ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ ക്ലീനിങ് ഉദ്യമത്തിലേക്ക് എല്ലാ മോട്ടർ അടിക്കല്ലേ അങ്ങോട്ടൊക്കെ അപ്പൊ അതാ കണ്ടിട്ട് സെവനപ്പോയിക്കണേ. ഹലോ ഹായ് നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഇപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയത് കാരണമാണ് കേട്ടോ നമ്മളെ വീഡിയോ ഒക്കെ അത്ര വൈകിപ്പോയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ ഇതാട്ടോ. അപ്പോൾ അന്ന് എന്താ വെച്ചാൽ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് തിരക്ക് കാരണം നമ്മളെ ടെറസിൻ്റെ മുകളൊന്നും അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്നാലേ ടെറസിൻ്റെ മുകളൊക്കെ നല്ലോണം ഒന്ന് ക്ലീനാക്കി അടിച്ചു വാരി വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ടല്ലോ നമ്മളെ ചുറ്റുഭാഗത്ത് പ്ലാവാണ്, അതുപോലെ റബ്ബറാണ് എന്നൊക്കെ പറയലുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ നല്ല രീതിയിൽ തന്നെ നിറഞ്ഞു നിന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടിക്കാത്തതൊന്നും അല്ല, എപ്പോഴും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് നമ്മളെ കുറച്ച് പച്ചക്കറിയും ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഭാഗമായിരുന്നു. ഇത് നന്നാക്കലില്ല കേട്ടോ. അത് അതുപോലെ തന്നെ ഇടും, ചമ്മലൊക്കെ ഉണ്ട്, അടിച്ച് വാരിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് നല്ല രീതിയിൽ തന്നെ നമുക്ക് പണി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പണികളാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളെ കറ്റാർവാഴയൊക്കെ നല്ല രീതിയിൽ തന്നെ വളർച്ചയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കളയാനും തോന്നണില്ല, നമുക്ക് ആവശ്യത്തിന് അധികം ഇവിടെ തന്നെ ഉണ്ടാവും ചെയ്തിരുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം ഒഴിവാക്കുന്നതായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് പറിച്ച് കളിയല്ലാതെ നിവർത്തി ഉണ്ടായില്ല. പിന്നെ കുറച്ച് കറ്റാർവാഴ ജെല്ലൊക്കെ ആക്കി മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ, കുറച്ച് കറ്റാർവാഴ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതാക്കൊണ്ട് നമ്മൾ എല്ലാ ചാക്കുകളും ബക്കറ്റുകളും ഒക്കെ മണ്ണ് നിറച്ച സംഭവങ്ങളാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇന്നലെ തുടങ്ങിയ മഴയാണല്ലോ. അപ്പോൾ രാവിലെ ചെറിയൊരു തുറച്ചുള്ള സമയത്ത് ഞങ്ങൾ ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു 10 പ്രാവശ്യം മഴ പെയ്തിട്ടുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ കയറി നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒഴിവുള്ള സമയത്തൊക്കെ നമ്മൾ അടിച്ചു വാരിയിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യം മഴയാകുമ്പോഴേക്കും നമ്മുടെ ടെറസൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ഓരോരോ കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ വന്നതിന് ആയതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഏറിയ സമയം ഉണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ വൃത്തികേടായിട്ടുള്ളത്. സാരില്ല, പോട്ടയൊക്കെ നമുക്ക് നീറ്റാക്കിയിട്ട് തന്നെ എടുക്കാം. പിന്നെ ഇന്നത്തെ പണിക്ക് വലിയൊരു ബോറടി ഒന്നും തോന്നിയില്ല കേട്ടോ. കാര്യം ഏട്ടനുണ്ടായിരുന്നു, ആൾ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് ഇവിടെ മല്ലിക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് വിത്ത് ഉണ്ടായില്ല കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മല്ലികേൻ്റെ വിത്ത്. അപ്പോൾ അതുണ്ടായില്ല. പൂവ് നല്ല പൊക്കത്തിലുണ്ടായി, നല്ല വലിപ്പത്തിലുണ്ടായി. പക്ഷേ വിത്ത് ഉണ്ടായതുമില്ല, ഒറ്റ തൈ പോലും മുളച്ചതുമില്ല കേട്ടോ. തൈ വാങ്ങി വെച്ചെങ്കിലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്ന ചാക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന നീല ഷീറ്റ് അവിടെ നിന്ന് മാറ്റുകയാണ് കേട്ടോ. ഇനി അതിൻ്റെ മുകളിൽ ഇനി മണ്ണിൻ്റെ പരിപാടികളൊന്നും വേണ്ടാന്ന് തൽക്കാലം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കൂടെ ചിന്നുട്ടി ഉണ്ടായിരുന്നു. ചിന്നുട്ടിക്ക് ഇതാ ഇവിടുന്ന് ഒരു ചേമ്പിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര മഴവെള്ളം അതിലേക്ക് ഇങ്ങനെ ചാടരുന്ന് നോക്കിയിരിക്കുകയാണ്. ആ ഒരു തിളക്കത്തോടുള്ള മഴവെള്ളം അതിലെങ്ങനെ കിട്ടുക, ചേമ്പിൻ്റെ ഇലേൻ്റെ കോലം പരിതാപകരാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൽക്കാലം മഴ വീണ്ടും നിന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ അടിച്ചു വാരി ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ ക്ലീനിങ് ഉദ്യമത്തിലേക്ക് എല്ലാ മോട്ടർ അടിക്കല്ലേ വരും. ഹലോ ഓയ്, ഹലോ ഹലോ ഓയ്, ആരിതേ? ചുമല വീഴല്ലേ? ഹലോ 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 ഹലോ, മൈക്ക് ടെസ്റ്റ്, മൈക്ക് ടെസ്റ്റ്. ഹലോ 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 ഹലോ, എന്തൊരു കഷ്ടാണ്. ഹലോ, മോട്ടർ ഓൺ ആക്കിയേ. ആ, അപ്പൊ ആദ്യം വെള്ളം വന്നതോ? ഇതെന്താ ചവിട്ടളിയോ? ഹലോ 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 ഹലോ, ഇവിടെ ക്ലീൻ ചെയ്യാം നമ്മള്. ഏറെ നേരത്തെ മൈക്ക് ടെസ്റ്റിന് ശേഷം മൈക്കിൽ കൂടെ വെള്ളം വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് മുമ്പൊന്ന് ക്ലീൻ ചെയ്യാനുള്ളൊരു സാവകാശം കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മളെ കാലവർഷം കുറച്ച് പെട്ടെന്ന് തന്നെ ആയില്ലേ. അങ്ങോട്ടൊക്കെ അപ്പോൾ അതാ കണ്ടിട്ട് സെവനപ്പോയിക്കണേ. വഴിക്ക് വീഴല്ലോ മോനെ. ആ
പനി ഉണ്ടാവും. അതിന് മേത്തേക്ക് വെള്ളാക്കല്ലേ. വല്യച്ചയുടെ മുന്നിലേക്ക് പോകണ്ടട്ടോ. വല്യച്ചൻ്റെ കുപ്പായിടാത്ത്. വല്യച്ചയ്ക്ക് തണുക്കണമെന്നില്ലേ? അപ്പോൾ അതാ ഞങ്ങൾ വാർപ്പിൻ്റെ മോളൊക്കെ നല്ലോണം അടിച്ചൊരു വൃത്തിയാക്കിയല്ലോ. പിന്നെ ഒന്ന് വെള്ളം അടിച്ചിട്ട് നല്ലോണം ഒന്ന് അടിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പൊടിയും അതിൻ്റെ ഉച്ച പിടിച്ച ഭാഗം ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം കണ്ട് വൃത്തിയാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടോ. എന്തായാലും നനഞ്ഞു. അപ്പോൾ ഇനി മട്ടൻ പോലെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു വലിയ ഇതുപോലെ ഒരു റിച്ച് ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് നേരം പോകാനൊന്നും ഒരു പണിയില്ല കേട്ടോ. നേരത്തെ ചായ ഉണ്ടാക്കി തന്നിട്ടല്ലേ പോകുന്നത്. ചായ കുടിച്ചിട്ടില്ലേ? പൂച്ചകള് തുല ഓ അടുത്ത ആളിതാ. അപ്പൊ ഈ കുളിച്ചില്ലേ? കുളി കഴിഞ്ഞിട്ടാ പിന്നെ ബ്രഷ് എടുത്ത് എടുക്കണു. പാള ഏറിട്ടോ നമ്മളെ ക്ലീനിങ്ങിന്. റിച്ച് വന്നു, ചിന്നു വന്നു. മണ്ണ് ഷീറ്റിൻ്റെ മുകളിലേക്ക് പോയിക്കോട്ടെ അല്ലേ? മുറ്റത്തേക്കായ കട്ടയിലൊക്കെ മണ്ണിരിക്കും. ക്ലീനിങ് പുരോഗമിക്കുന്നു. അവിടെ പോയി പാലൊക്കെ എടുക്കണ ബക്കറ്റ് നീ ഇറക്കിയുണ്ടോ? ആണോ? ഇന്നത്തെ ക്ലീനിങ്ങിന് മെയിനായിട്ടുള്ളൊരു ടൂൾസ് ഈ ബ്രഷിൻ്റെ എടുത്തിട്ടോ. ഇത് സൂപ്പറാണ്. ഇതുപോലത്തെ നല്ല മണ്ണും ചെളിയൊക്കെ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരതി കഴിഞ്ഞാണ്ടല്ലോ നല്ല വൃത്തിയാവണുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നിലയ്ക്കോ അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടോ. പിന്നെ വാർപ്പിൻ്റെ മുകളിൽ വല്ല വഴുക്കുള്ള സമയത്തൊന്നും അങ്ങോട്ട് കയറി പോകരുതേ. പിന്നെ ഞാൻ എന്ന് പറഞ്ഞാൽ ഇന്നാണ് നമ്മളെ കാലവർഷം ഇന്നലെ മുതലാണല്ലോ തുടങ്ങിയത്. അപ്പോൾ പിറ്റേ ദിവസം ആയതുകൊണ്ട് പിന്നെ വല്ലാതെ വഴുക്കലൊന്നും ആയിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ നമ്മളിത് ചെയ്യുകയാണ്. അങ്ങനെ നമ്മളെ ക്ലീനിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് എന്നിട്ട് ചക്ക കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ചക്ക കൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് കൂട്ടാൻ വയ്ക്കുക വേണ്ടത് അതോ ചക്ക വറുക്കുക വേണ്ടത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. പിന്നെ തോന്നി എന്തായാലും വെട്ടി പൊളിച്ചിട്ട് ചുളപ്പറിച്ചെടുക്കുക, പിന്നെ കൂട്ടാനോ വറക്കോ എന്താ വേണ്ടത് വെച്ചെങ്കിൽ തീരുമാനിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും ഇതൊക്കെ നമ്മളെ ചക്കൊക്കെ വെട്ടിപ്പൊളിച്ച് വെക്കുമ്പോൾ നല്ല ചുള കേട്ടോ. അപ്പോൾ ഒക്കെ ഇനി ഏതായാലും ഒന്ന് പറിച്ചിട്ടെടുക്കട്ടെ. അപ്പം നല്ല മൂത്ത ചുള ആയതുകൊണ്ട് തന്നെ നമുക്ക് കറി വെക്കാനൊക്കെ നല്ല പാകമാണ്. അപ്പോൾ ആ ചക്കയൊക്കെ മുറിച്ച് ഒന്ന് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഡ്രസ്സൊക്കെ മാറിയിട്ടപ്പോഴേക്ക് അപ്പോൾ ആകെ മുകളിലൊക്കെ പണിയെടുത്ത് വന്നപ്പോഴേക്കും ആകെ നനഞ്ഞ് വൃത്തികേടായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് വന്ന് പിന്നെ നമ്മൾ ചക്കയൊക്കെ ഒന്ന് ചുളപ്പറിക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ചക്കൻ്റെ മുകളിൽ അതിൻ്റെ ഒരു വിളഞ്ഞി ഉണ്ടാവുമല്ലോ, വിളഞ്ഞി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമൊക്കെ ഒരു വിളഞ്ഞിക്കോലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സാധനമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ചകിരി ഉണ്ടല്ലോ, ചകിരി എടുത്തിട്ട് ഒന്നും കണ്ട് ഒപ്പി തുടച്ച് വൃത്തിയാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഐഡിയ ആണല്ലോ. നല്ലൊരു കത്തി നല്ല മൂത്തതാണ്.
അപ്പോൾ നമ്മൾ ചക്കച്ചോളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തീരുമാനിച്ചു ചക്ക മുഴുവനോട് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം വെച്ചിട്ട് മക്കളങ്ങനെ കഴിച്ചോളൂ. ഇപ്പം എന്തായാലും മഴയൊക്കെ ആയല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലുള്ള എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കഴിക്കണം, അതാണല്ലോ ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ ചക്ക വറുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്കച്ചോളൊക്കെ നല്ല രീതിയിൽ തന്നെ എന്താണ് നീളത്തിൽ അങ്ങോട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പാകവലിപ്പം ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം തന്നെ നമുക്ക് വറക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. എപ്പോഴും ഞാൻ ഇങ്ങനത്തെ പോലെ വലിയ വറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്കാണ് കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റവ് ഉണ്ടായിൽ വെച്ചിട്ടാണ് വറക്കൽ. അപ്പോൾ ഇപ്പോൾ എന്തായാലും മഴയും കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വേഗം ഒന്ന് ചക്കച്ചോളൊക്കെ ഒന്ന് വറുത്തിട്ട്. അപ്പോൾ ഞാൻ ഈ വറക്കണ സമയത്തുണ്ടല്ലോ അതിൽ ഉപ്പൊന്നും ചേർക്കാറില്ല കേട്ടോ. വെറുതെ ചക്കച്ചോളം അങ്ങോട്ട് പിന്നെ വറുത്തിട്ട് ഇതുപോലെ കോരിയെടുക്കും. അതിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ചില ചക്കയ്ക്ക് നല്ല മഞ്ഞ കളർ ഉണ്ടാവും, ചില ചക്കയ്ക്ക് ഇത്തിരി മഞ്ഞ കളർ കുറവാകും. അപ്പോൾ നല്ല പാകത്തിന് മഞ്ഞ കളറുള്ളൊരു ചക്കനെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്നുകൂടി വറുത്ത് കോരിയിടുകയാണ്. അതിന് ശേഷം പിന്നെ കുറച്ച് കറിവേപ്പില ഒന്നുകൂടെ മൂപ്പിച്ചിട്ട് അതും കൂടി നമ്മൾ ഈ ചക്ക വറുത്തേക്ക് ഒന്നുകൂടി കൂട്ടി കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് പിടിക്കുകയും ചെയ്യും. ചിലവർ കാണാൻ ഈ ഉപ്പ് വെള്ളമൊക്കെ തളിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചക്ക പെട്ടെന്ന് തന്നെ തണുത്ത് പോകുന്നതായിട്ട് ഞാൻ ഉണ്ടാക്കിയാൽ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലെ ഉണ്ടാക്കുന്നതാണ്. ഇതാകുമ്പോൾ കുറച്ച് ദിവസം നല്ല മൊരിഞ്ഞ് തന്നെ ഇരിക്കട്ടത്. പിന്നെ അധികമായിട്ടൊന്നുമില്ല, മക്കളൊക്കെ വീട്ടിലുള്ള കാരണം കൊണ്ട് വേഗം തീരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ ടാറ്റാ.